ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോയൊക്കെ ഒന്ന് ഫുള്ളായിട്ടിരുന്ന് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും തംബ്നെയിലിൽ നിന്ന് മനസ്സിലായ പോലെ തന്നെ നമ്മളിന്നൊരു ബ്ലൈൻഡ് ബാഗ് ട്യൂട്ടോറിയൽ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം വൈകാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ മെയിൻ ബാഗാണ് കേട്ടോ ചെയ്യാൻ പോണത്. അതിനായിട്ട് ഇതേപോലെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏത് തീമാണോ ബ്ലൈൻഡ് ബാഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തീമിന് പറ്റിയൊരു പിക്ചർ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റ് മുഴുവൻ അടിച്ചു പെറുക്കി ഈ ഒരു പിക്ചറാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കണത്. ഞാൻ സ്ക്വിഷ്മെലോൺസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടേഴ്സിൻ്റെ തീമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേപോലെ ഈ ഒരു പടം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് സ്വന്തമായിട്ട് വരച്ചതാണെന്ന്. അതുമല്ല ഗൈസ്, ഞാൻ പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഫോണിൻ്റെ മുകളിൽ വെച്ച് ട്രേസ് എടുത്ത് വരച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ പേപ്പറിൻ്റെ ബാക്കിലായിട്ട് ഇതേപോലെ 4 സർക്കിൾസ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കൈ കിട്ടിയ ഏതൊരു ടേപ്പിൻ്റെ ഇതുകൊണ്ടാട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തിനിങ്ങനെ വരയ്ക്കണേന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ബാക്കിലൊക്കെ കണ്ടിട്ടില്ലേ കോമൺ, റെയർ, എപ്പിക് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തേക്കണത്, അതേപോലെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ എഴുതണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അകത്തുള്ള ഗിഫ്റ്റിൻ്റെ വാല്യൂ അറിയാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ എഴുതി കൊടുക്കണത്. അപ്പോൾ സാധാരണ ബ്ലൈൻഡ് ബാഗ് എന്താണെന്ന് വെച്ചാൽ ഈ പുറം രാജ്യങ്ങളിലൊക്കെ അൺനോൺ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഒരു ബാഗാണ് കേട്ടോ ഈ ബ്ലൈൻഡ് ബാഗ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് ഗിഫ്റ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡ് വേർഷനാണ് നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കണ ഈ ബ്ലൈൻഡ് ബാഗ് കേട്ടോ. അതിനുശേഷം ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് ഗ്ലൂ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെല്ലോ ടേപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കണ്ട മോസ്റ്റ് ഓഫ് ദ യൂട്യൂബ് ചാനൽസിലും സെല്ലോ ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് പോർഷൻ മാത്രം ഇപ്പോൾ ഒട്ടിക്കേണ്ട കേട്ടോ, അത് ലാസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ബാഗുകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേപ്പർ സ്ക്വിഷി ആണ് കേട്ടോ. പേപ്പർ സ്ക്വിഷി ഇല്ലാണ്ട് എന്ത് ബ്ലൈൻഡ് ബാഗ് അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു A4 സൈസ് പേപ്പർ കട്ട് ചെയ്തൊന്ന് 2ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ സ്ക്വിഷി എന്തോരം വലുതായിരിക്കണോ അതിനനുസരിച്ച് ആ സൈസിൽ വേണം കേട്ടോ A4 സൈസ് പേപ്പർ ഒന്ന് മടക്കി കൊടുക്കാൻ. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ സ്ക്വിഷ്മെലോൺസിൻ്റെ തന്നെ വേറൊരു ക്യാരക്ടറിൻ്റെ പടം വരച്ചൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ആ A4 സൈസ് പേപ്പർ ഫുള്ളായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ കവർ ചെയ്തെടുക്കൂലേ, അതേപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ട് നിൽക്കണ ആ സെല്ലോ ടേപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് 2 സൈഡും ഒന്ന് നല്ലോണം കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് സ്ക്വിഷിയുടെ അകത്ത് ഫില്ല് ചെയ്യണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫില്ല് ചെയ്യാൻ എടുത്തേക്കണത് ഒരു പഴയ തലോണിയുടെ അകത്തുള്ള പഞ്ഞിയാണ്. അപ്പോൾ നിങ്ങൾ പഞ്ഞിയൊക്കെ എടുക്കുമ്പോൾ അമ്മമാരോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ എടുക്കുക. അല്ലാണ്ട് പുതിയ പഞ്ഞിയൊക്കെ കീറി പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ അടുത്ത് നല്ല അടി കിട്ടും. ലാസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാൻ എടുത്തതാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും അതിൻ്റെ അകത്ത് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഒരു സ്ക്വിഷി എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതേപോലെ പൊക്കത്തും കൂടി ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്ക്വിഷിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബ്ലൈൻഡ് ബാഗിൽ ആഡ് ചെയ്യാൻ പോണത് ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പോൾ ഈ മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതൊന്ന് 4ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ ഞാൻ 4ആക്കി മടക്കണേന്ന് വെച്ചാൽ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഒരു A4 സൈസ് പേപ്പറിൽ നിന്ന് തന്നെ ഒരു 8 പേജസ് കിട്ടും കേട്ടോ. അപ്പോൾ അതേപോലെ എത്ര പേജസ് ആണോ വേണ്ടത് നിങ്ങൾ അത്രയും A4 സൈസ് പേപ്പർ യൂസ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പെല്ലാം നമ്മുടെ നോട്ട്ബുക്ക് ഉണ്ടാക്കണ രീതി തന്നെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം എല്ലാ പേപ്പേഴ്സും ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒന്ന് നല്ലോണം ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നല്ലോണം ഓപ്പൺ ചെയ്ത് നോക്കുക. എല്ലാ പേപ്പേഴ്സും നല്ല സെക്യൂർ ആയിട്ട് ഒട്ടിയിരിക്കുന്നുണ്ട് അതൊന്ന് നോക്കുക. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പേജ് ആയിട്ട് എടുത്തേക്കുന്നത് ഒരു ഐവറി ഷീറ്റാണ് കേട്ടോ. ഐവറി ഷീറ്റ് നമ്മുടെ പേപ്പറിൻ്റെ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് 2ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ആ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കുക.
അപ്പോൾ നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ, എല്ലാം നല്ല സെക്യൂർ ആയിട്ട് ഇരിപ്പുണ്ടാകുന്നു. നമ്മുടെ ബ്ലൈൻഡ് ബാഗിൽ ആഡ് ചെയ്യാൻ പോണ ലാസ്റ്റ് ഐറ്റം ആണ് കേട്ടോ ഇത്. അപ്പോൾ വേറൊന്നുമല്ല, ഒരു കീ ചെയിനാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് ഒരു കട്ടിയുള്ള പേപ്പറിൽ ഇതേപോലെ ഞാനൊരു സ്ക്വിഷ് മെലോൺസിൻ്റെ ക്യാരക്ടർ വരച്ച് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ടിയുള്ള പേപ്പറായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഐവറി ഷീറ്റാണ്. അപ്പോൾ ഐവറി ഷീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെയൊക്കെ ഫ്രണ്ട് പേജ് എടുത്തിട്ട് അതിലൊരു A4 സൈസ് ഒട്ടിച്ചിട്ട് ഈ പടം വരച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ വരച്ചെടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ഹോളും ഇട്ട് കൊടുക്കുക. ഞാൻ കോമ്പസ് യൂസ് ചെയ്തിട്ടാട്ടോ ഹോൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു കീ ചെയിൻ റിങ്ങും കൂടി അതിൽ ആഡ് ചെയ്താൽ നമ്മുടെ ക്യൂട്ട് കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് ബാഗിൻ്റെ അകത്ത് ചെറിയ സ്മോൾ ബാഗ്സ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബ്ലൈൻഡ് ബാഗ് അൺബോക്സിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബ്ലൈൻഡ് ബാഗിൻ്റെ അകത്തുള്ള ഐറ്റംസ് എല്ലാം ഒരു ചെറിയ ബാഗിലായിരിക്കും ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ബാഗ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇത്. അതിനായിട്ട് നിങ്ങളുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഉള്ളിലെ ഐറ്റത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ബാഗ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു A4 സൈസ് പേപ്പർ എടുത്തിട്ട് രണ്ടാക്കി ഒന്ന് മടക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ കുറേ ഇതേപോലെ ഒന്ന് ക്വസ്റ്റ്യൻ മാർക്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. മുകളിലെ പോർഷൻ ആണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഐറ്റം അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ടും ഞാനിവിടെ ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം കേട്ടോ. സെയിം പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്തിട്ട് ഞാൻ ബാക്കി 2 ഐറ്റത്തിനും കൂടി മിനി ബാഗ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 3 മിനി ബാഗ്സ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് മേക്കിങ്ങിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്. വേറൊന്നുമല്ല, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും മെയിൻ ബാഗിലോട്ടാക്കിയിട്ട് പാക്ക് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ 3 മിനി ബാഗ്സും കൂടി ഈ മെയിൻ ബാഗിലോട്ട് ഇട്ടിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിക്കാനായിട്ടും ഞാൻ നമ്മുടെ ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒട്ടിക്കാനായിട്ടും നമ്മുടെ സെല്ലോ ടേപ്പ് ആയിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ കേട്ടോ. ഇത് ഒട്ടിക്കിട്ടാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. അപ്പോൾ എന്നെപ്പോലെ ഗ്ലൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ആദ്യം ഒരു സൈഡ് നല്ലോണം ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. അതിനുശേഷം ബാക്കി സൈഡ് നല്ലോണം ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ പതിയെ പതിയെ ഒട്ടിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.